ആവേ അയ്യോ ആവയുടെ തുണിയില്ലാണ്ടിരിക്കണേ കാണുന്നത്. ഇത്തവണത്തെ കർക്കിടക കഞ്ഞി ആരൊക്കെ കുടിച്ചെന്ന് പറയണേ. വീട്ടിൽ ഇന്നലെയായിരുന്നു കർക്കിടക കഞ്ഞി കുടിച്ച് അവസാനിപ്പിച്ചത്. 3 ദിവസത്തെ കോഴ്സാണ് ഇതിന്. എല്ലാ തവണയും റെഡിമെയ്ഡ് കിറ്റ് വാങ്ങിച്ച് ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ ഈ തവണ അമ്മ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ അമ്മ കാടും മലയും കുറേ കയറി കേട്ടോ. ഇത്രയും ഔഷധ സസ്യങ്ങൾ വേണമായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും എല്ലാം അമ്മ സംഘടിപ്പിച്ചു. പിന്നെ ചിഞ്ചുവും അപ്പവുമൊക്കെ കഞ്ഞി കുടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ സഹായിക്കാനിരിക്കുന്ന ആളെ നോക്കി ഭാവിയിലേക്കുള്ള ഒരു മാർഗദർശിയാണ് തോന്നുന്നത്. എല്ലാം ഇപ്പോഴേ പഠിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോട്ടല്ലേ. എന്തായാലും സഹായിക്കാനുള്ള ഇരിപ്പ് അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. സഹായിക്കുന്നവരെ ശല്യപ്പെടുത്താനുള്ള ഇരിപ്പാണത്. എന്തായാലും അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അഞ്ഞു പോരെ മോനിങ്ങ് പോരെ കേട്ടോ. കഞ്ഞി ഉണ്ടാക്കിയിട്ട് മോന് തരില്ല കേട്ടോ. ഇത്തവണ ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ കഞ്ഞി കുടിക്കാതിരുന്നത്. ഞാനും അച്ഛനും. എനിക്ക് സമയത്തിന് എത്തി കഞ്ഞി കുടിക്കാനുള്ള ആ ഒരു ഇതില്ലാതായി. അതുകൊണ്ടാണ്. പിന്നെ വാവയ്ക്ക് ആയിട്ടില്ലല്ലോ. പിന്നെ അച്ഛന് ഇമ്മ്യൂണിറ്റി പവറൊക്കെ നല്ല രീതിയിലുണ്ട്. കാരണം എന്ത് പാലം കുലിക്കാനും കിളം കുലിക്കില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് അച്ഛൻ. പിന്നെ ബാക്കി എല്ലാവരും കണ്ടില്ലേ അതെ പുക കുടിക്കുന്ന സ്റ്റൈല് കണ്ടില്ലേ. സനാമേ എങ്ങനെയുണ്ട്? അമ്മ അതെ ഒരു കൂസലുമില്ല, നല്ല കിണ്ണം കാച്ചി പോലെ കുടിക്കുന്ന കണ്ടില്ലേ. പാത്രം വടിച്ചെടുക്കുന്നുണ്ട് അമ്മ. ഇത്രയ്ക്കൊക്കെ ഉണ്ടാ ഇത് കുടിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ട കിട്ടി കേട്ടോ. കർക്കിടക ഉണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചേച്ചി, നമുക്ക് പൂപ്പൊടിയൊക്കെ തരുന്ന ചേച്ചി കൊണ്ടുതന്നാണ്. 10 വാങ്ങിച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇട്ട് വെച്ചിരുന്ന പാത്രം കാണാതായി. എന്താണ് ഇവർ ഇത്ര പെട്ടെന്ന് നിന്ന്? പിന്നീടാണ് പാത്രം മാറ്റിയ കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. 10 8 ഇപ്പോഴും ഇരിപ്പുണ്ട്. ഏതായാലും ഇതോടുകൂടി ഇത്തവണത്തെ കഞ്ഞികുടി അവസാനിച്ചു. ഇനി അടുത്ത തവണ. ഓക്കെ, താങ്ക് യു. ഹാപ്പിയാണ്. ഹാപ്പി ലൈഫ്.